ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ്. ടേക്ക് സംതിങ് ഫോർ ഗ്രാൻഡഡ്. ടേക്ക് സംവൺ ഫോർ ഗ്രാൻഡഡ്. ഇത് ഒരു ഇംഗ്ലീഷ് ഇഡിയം ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ് എന്നല്ലേ? ഫെയിൽ ടു അപ്രീഷിയേറ്റ് സംതിങ് ഓർ സംവൺ. ഫെയിൽ ടു അപ്രീഷിയേറ്റ് സംതിങ് ഓർ സംവൺ. ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ മഹത്വം അറിയുന്നതിൽ പരാജയപ്പെടുക. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ? പലപ്പോഴും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ആളുകളും ഒക്കെ വിലപ്പെട്ടതായി നമുക്ക് തോന്നുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ്. ഇനി നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഷീ ഹാഡ് ഓൾവേസ് ടേക്കൺ ഹെർ ഗുഡ് ഹെൽത്ത് ഫോർ ഗ്രാൻഡഡ് അൺടിൽ ഷീ ഗോട്ട് ഇൻഫെക്റ്റഡ് ബൈ ദ വൈറസ്. അവളുടെ നല്ല ആരോഗ്യമുള്ള ആ ഒരു അവസ്ഥയിൽ അവൾക്ക് അതിനെപ്പറ്റി ഒരു വിലയും ഉണ്ടായിരുന്നില്ല. അവൾ അതിന് ഒട്ടും വില കൊടുത്തിരുന്നില്ല. നല്ല ആരോഗ്യം എന്നത് നമ്മുടെ ഒരു സ്വത്താണ് എന്നത് അവൾ മനസ്സിലാക്കിയില്ല. ഷീ ടുക്ക് ഹെർ ഗുഡ് ഹെൽത്ത് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുമ്പോൾ അത് അവൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. ഫോർ ഗ്രാൻഡഡ് എന്നാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എനിക്ക് ഉള്ളത് തന്നെയാണ്, അത് എന്നും ഉണ്ടാകും എന്നാണ് അവൾ ചിന്തിച്ചത്. പക്ഷേ വെൻ ഷീ ഗോട്ട് ഇൻഫെക്റ്റഡ് ബൈ ദ വൈറസ്, അവൾക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായപ്പോഴാണ് അവളുടെ നല്ല ആരോഗ്യമുള്ള ആ അവസ്ഥയുടെ വില അവൾക്ക് മനസ്സിലാവുന്നത്. അതുവരെ വിലപ്പെട്ടതായിട്ട് അവൾക്ക് തോന്നിയില്ല. ഷീ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹീ ഡസൻറ്റ് അപ്രീഷിയേറ്റ് ഹൗ ലക്കി ഹീ ഈസ് ടു ഹാവ് ഹിസ് ജോബ്. ഹീ ജസ്റ്റ് ടേക്സ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. He doesn't appreciate how lucky he is to have his job. He just takes it for granted. ജോലിയുള്ള അവൻ എത്ര ഭാഗ്യവാനാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. എത്ര ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. നമുക്ക് ചുറ്റും എത്ര ആളുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ള ഈ ഒരു ജോലി വളരെ വിലപ്പെട്ടതാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. He is taking it for granted. നമ്മുടെ ചുറ്റും എത്രയോ വസ്തുക്കളുണ്ട്. അതൊക്കെ സ്പെഷ്യലാണെന്നോ അതിന് ഒരുപാട് വിലയുള്ളതാണെന്നോ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ എപ്പോഴും നമുക്ക് കിട്ടുന്നു, അതിൻ്റെ വിലയും നമ്മൾ മനസ്സിലാക്കുന്നില്ല. വി ടേക്ക് ഫ്രഷ് വാട്ടർ ഫോർ ഗ്രാൻഡഡ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യം. ഇലക്ട്രിസിറ്റി ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളതിനാവശ്യമായ അതൊരു സ്പെഷ്യൽ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അതിന് ഒരു വിലയും കൊടുക്കാതെ മുന്നോട്ട് പോകുന്നു. വി ടേക്ക് ഇലക്ട്രിസിറ്റി ഫോർ ഗ്രാൻഡഡ്. ടേക്ക് സംവൺ ഫോർ ഗ്രാൻഡഡ്. ഇവിടെ സംവൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ടേക്ക് സംവൺ ഫോർ ഗ്രാൻഡഡ് എന്നാൽ ആ ഒരു ആളെ, സംവൺ, യു ഡോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ് പേഴ്സൺ എന്നാണ് അർത്ഥം. ആ ഒരാളെ നമ്മൾ ഒട്ടും വില കൊടുക്കുന്നില്ല. ഒരു എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഒരു സെക്രട്ടറി എല്ലാ വർക്കുകളും ചെയ്യുന്നു, വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അവളുടെ വർക്ക് ഒക്കെ വളരെ വാല്യുബിളാണ്. പക്ഷേ ആരും, മറ്റുള്ള എംപ്ലോയീസോ അതല്ലെങ്കിൽ മാനേജറോ ആരും അവളുടെ ആ ഒരു പ്രവൃത്തിയെ അത്രയ്ക്ക് വിലയുള്ളതായിട്ട് കണക്കാക്കുന്നില്ല. ദ എംപ്ലോയീസ് ആർ ടേക്കിംഗ് ദ സെക്രട്ടറി ഫോർ ഗ്രാൻഡഡ്. ദ എംപ്ലോയീസ് ആർ ടേക്കിംഗ് ദ സെക്രട്ടറി ഫോർ ഗ്രാൻഡഡ്. സെക്രട്ടറി അല്ലാതെ വിഷമിച്ചു, കമ്പനി വിട്ടുപോയി. അപ്പോൾ മാനേജർ പറയാണ്, വി ഓൾ ടുക്ക് ഹെർ ഫോർ ഗ്രാൻഡഡ്. വി ഓൾ ടുക്ക് ദ സെക്രട്ടറി ഫോർ ഗ്രാൻഡഡ്. നമ്മളെല്ലാവരും അവൾക്ക് ആവശ്യമായ ഒരു വില കൊടുത്തില്ല എന്നാണ് അതിനർത്ഥം. വി ടുക്ക് ഹെർ ഫോർ ഗ്രാൻഡഡ്. വി ടുക്ക് ദ സെക്രട്ടറി ഫോർ ഗ്രാൻഡഡ്. ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്നതിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. Assume something as true, not knowing whether it is true or not. ചില കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്നറിയാതെ സത്യമാണ് എന്ന് നമ്മൾ അനുമാനിക്കും. He took it for granted that he would easily find a job once he had finished university. അവന് എക്സാമൊക്കെ കഴിഞ്ഞ് അവൻ്റെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ അവനൊരു ജോലി കിട്ടും എന്ന് അവൻ അങ്ങോട്ട് അനുമാനിച്ചു. ഹീ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അവിടെ
നോക്കൂ, ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഇവിടെ എന്താണ് ശരി എന്നറിയാതെ അങ്ങനെയാകും എന്നവൻ ചിന്തിച്ചു അല്ലെങ്കിൽ അനുമാനിച്ചു. യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു ജോലി കിട്ടും എന്ന് അവൻ വിശ്വസിച്ചു. അത് കറക്റ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസൻറ്റ് ദ കേസ്. ഇപ്പോൾ ടേക്ക് സംതിങ് ഫോർ ഗ്രാൻഡഡ്, ടേക്ക് സംവൺ ഫോർ ഗ്രാൻഡഡ് എന്നതിൻ്റെ മീനിങ് മനസ്സിലായോ?